ഇരുട്ടിനെ വകഞ്ഞുമാറ്റി അവൾ മുന്നോട്ട് നടന്നു. ആദ്യമോ അന്തമോ ഇല്ലാത്ത ഇരുട്ട്, കട്ട പിടിച്ച ഇരുട്ട്. ആ നടപ്പിനൊടുവിൽ എവിടെയെങ്കിലും വെച്ച് വാതിൽ തുറന്നു കിട്ടും. അവളതൊരു മന്ത്രം പോലെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കാലുകൾ ബലഹീനമാകുന്നു, പെരുമ്പറ കൊട്ടുന്നു ഹൃദയം. പെട്ടെന്ന് ചീഞ്ഞ മണം ചുറ്റും വ്യാപിച്ചു തുടങ്ങി. പോകെ ഇരുട്ടിന് കട്ടി കൂടി തുടങ്ങുന്നു. മൂക്ക് തുളയ്ക്കും വിധം അസഹ്യമാകുന്നുണ്ട് ദുർഗന്ധം. ഹോ! അവൾ ടേബിളിൽ നിന്ന് പതുക്കെ തലപൊക്കി. ഒന്ന് തലചായ്ച്ച് കിടന്നതേയുള്ളൂ. അപ്പോഴേക്കും വീണ്ടും അതേ ദുസ്വപ്നം തന്നെ. ഇരുട്ട് വീണ ടണലിലൂടെയുള്ള യാത്ര. ഇരുട്ട് മാത്രമല്ല പേടിപ്പിക്കുന്നത്, കൂടെ അവൾക്ക് കാണാൻ വയ്യാത്ത മറ്റാരോ, അല്ല മറ്റെന്തോ കൂടെ ഉണ്ടെന്ന തോന്നൽ. ഇന്നലെ ആലമ്പേക്കൽ തറവാട്ടിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ മുതൽ തുടങ്ങിയതാണ്. രാത്രിയിൽ പേടി സ്വപ്നം കണ്ട് അലറി വിളിച്ചെഴുന്നേറ്റു. പിന്നെ തലയിലൊരു 100 സൂചികൾ തുളച്ചു കയറും പോലെയുള്ള വേദനയും. അന്നയ്ക്ക് പെട്ടെന്ന് ശരീരം മുഴുവൻ കുളിരുന്നത് പോലെ തോന്നി. ഇതെന്താടോ അന്നാമറിയം മാത്യു, രാവിലെ തന്നെ ഒരു ക്ഷീണം? ബ്യൂറോ ചീഫ് കാണണ്ട കേട്ടോ. അമൽ ഒരു കസേര വലിച്ചിട്ട് അവളുടെ അരികത്തേക്ക് ചേർന്നിരുന്നു. അതെ, ഈ പഞ്ചാരയടിയും അങ്ങേര് കാണണ്ട. അല്ലെങ്കിലേ അങ്ങേരുന്ന് വലിയ കലിപ്പില്ല. രാവിലെ ഞാൻ എണീക്കുന്നത് തന്നെ അങ്ങേരുടെ ചീത്ത കേട്ടിട്ടാ. അതിരാവിലെ ഫോൺ. ഇന്നലത്തെ ആ കോൺഗ്രസ് ധർണയില്ലേ, ഞാൻ കൊടുത്ത വാർത്തയിൽ ആരുടെയോ പേര് മാറിപ്പോയി ഇന്ന്. ഓഫീസിന്റെ മൂലയ്ക്ക് നിന്ന് ഒരശരീരി. അന്ന തലയുയർത്തി നോക്കി. അശരീരിയല്ല, ആ ശബ്ദത്തിന് ശരീരമുണ്ട്. കഷണ്ടി തലയും കുടവയറുമുള്ള നല്ല അസൽ ശരീരം തന്നെ. മോഹൻ ചേട്ടൻ. എന്റെ പൊന്നേട്ടാ, പ്രേമിക്കുന്ന പെണ്ണിനോടൊന്നും മിണ്ടാൻ പോലും സമ്മതിക്കില്ലേ? അമൽ മുഖം വീർപ്പിച്ച് എഴുന്നേറ്റ് അവന്റെ കസേരയിൽ ചെന്നിരുന്നു. ബ്യൂറോ ചീഫിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അവന്റെ ഇരിപ്പ്. ഭാഗ്യത്തിന് അന്നയുടെ കസേര ഓഫീസിന്റെ അങ്ങേയറ്റത്താണ്. ബ്യൂറോ ചീഫ് സാമുവൽ സാറിന്റെ കഴുകൻ കണ്ണുകളിൽ നിന്ന് അകലെ. കേരള വാർത്തയിലെ റിപ്പോർട്ടർ പണി അത്ര എളുപ്പമൊന്നുമാകുമെന്ന് വിചാരിച്ചല്ല അന്ന ഈ ജോലിക്ക് വന്നത്. കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രം, ഏറ്റവും മത്സരബുദ്ധിയുള്ള പത്രം. ആദ്യ അവസരത്തിൽ തന്നെ കേരള വാർത്തയിലേക്കുള്ള പരീക്ഷ എഴുതി കിട്ടി. വായിച്ച പുസ്തകങ്ങളുടെ എണ്ണം പറഞ്ഞ് ഇന്റർവ്യൂ ബോർഡിനെയും വീഴിച്ചു. പിന്നെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് പോസ്റ്റിംഗ്. പത്രപ്രവർത്തന ചരിത്രത്തിൽ സ്വന്തം പേരെഴുതി ചേർക്കണമെന്ന് കരുതി വന്നപ്പോൾ 4 വർഷം. ശ്രദ്ധിക്കപ്പെടുന്ന കുറേ ന്യൂസ് സ്റ്റോറികൾ കണ്ടെത്താനായി. സീനിയർ റിപ്പോർട്ടറായ അമൽ എന്ന സുന്ദരനെ വീഴ്ത്താനും പറ്റി. പക്ഷേ കേന്ദ്ര സർവകലാശാലയിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദത്തിൽ പത്രപ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കേണ്ടതെല്ലാം പഠിച്ചെന്ന് പാവം അന്ന വിചാരിച്ചിരുന്നത് തെറ്റി. ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ടെൻഷൻ കാരണം ഹാർട്ട് അറ്റാക്ക് വരുന്ന സ്ഥിതിയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോയുടെ ചുമതലക്കാരൻ സാമുവൽ സാറിന്റെ പീഡനം, പത്രത്തിന്റെ കോഴിക്കോട് യൂണിറ്റിന്റെ അധിപൻ, ന്യൂസ് എഡിറ്റർ അരവിന്ദൻ സാറിന്റെ ചീത്തവിളി, ഓരോ ദിവസവും ശ്രദ്ധിക്കപ്പെടുന്ന വാർത്തകൾ കണ്ടുപിടിക്കേണ്ടതിന്റെ സമ്മർദ്ദം, രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാത്ത ജോലി. അന്നയ്ക്ക് ശരിക്കും അടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും വെറുപ്പ് മരണവീട്ടിലോ ദുരന്തം നടന്ന സ്ഥലത്തോ പോകേണ്ടപ്പോഴാണ്. കരഞ്ഞു തളർന്നിരിക്കുന്നവരുടെ മുന്നിലേക്ക് വാർത്ത തേടി ശവന്തേനി കഴുകനെ പോലെ. ഇന്നലെ അന്ന റിപ്പോർട്ട് ചെയ്ത ആലമ്പേക്കൽ കൂട്ടക്കൊലപാതകം തന്നെ ഉദാഹരണം. ഒരു സമ്പന്ന കുടുംബത്തിലെ വീട്ടമ്മ വീട്ടിലാരുമില്ലാത്ത സമയത്ത് 3 മക്കളെ കുത്തിക്കൊന്നു. രാത്രിയിലാണ് സംഭവം. എവിടെയോ യാത്ര പോയതായിരുന്നു ഭർത്താവ്. പിറ്റേന്ന് വീട്ടിലെത്തിയ അയാൾ കണ്ടത് മക്കളുടെ കുത്തിക്കീറിയ നിലയിലുള്ള ജഡങ്ങൾ. കിടപ്പുമുറിയിൽ ഒന്നും അറിയാത്തതുപോലെ ഭാര്യ ഉറങ്ങിക്കിടക്കുന്നു, രക്തം പുരണ്ട വസ്ത്രങ്ങളോടെ. അവരുടെ കയ്യിലും ഉണങ്ങിപ്പിടിച്ച രക്തം. ഭർത്താവ് മുറിയിൽ വന്ന ശബ്ദം കേട്ടുണർന്ന അവർ ഇപ്പോൾ ചായ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞത്രേ. അതും ഒരു കൂസലുമില്ലാതെ. ഭർത്താവിന്റെ അമ്മയെ വീട്ടിലെ ഏതോ മുറിയിൽ അടച്ചിട്ടിരുന്നു. പോലീസ് വന്ന് ചോദ്യം ചെയ്യുമ്പോഴും വീട്ടമ്മ പതർച്ചയില്ലാതെ നിന്നു. മാത്രവുമല്ല, പണ്ട് 1.5 വയസ്സിലും 3 വയസ്സിലും മരിച്ച തന്റെ 2 മക്കളെയും താൻ കൊന്നതാണെന്നും അവർ സാക്ഷ്യപ്പെടുത്തി. ഒറ്റ ദിവസം തന്നെ ഭാര്യയെയും 3 മക്കളെ നഷ്ടപ്പെട്ട ഒരാൾ. പോരാത്തതിന് വർഷങ്ങൾക്ക് മുൻപുള്ള സ്വാഭാവികമെന്ന് കരുതിയ 2 കുഞ്ഞുങ്ങളുടെ മരണവും കൊലപാതകം ആണെന്നറിഞ്ഞതിന്റെ ഞെട്ടൽ. അങ്ങനെയുള്ള ആലമ്പേക്കൽ ജോസിനെ ഇന്റർവ്യൂ ചെയ്യലായിരുന്നു ദൗത്യം. ഒരു വാക്കുരിയാടിയില്ല മനുഷ്യൻ. കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എന്ന് മാത്രം. അന്നേ, ആലമ്പേക്കൽ കൊലപാതകത്തിന്റെ റിപ്പോർട്ടിംഗ് ഉഗ്രനായിരുന്നു. ഇതിലൊരു തീരുമാനമാകും വരെ അന്ന തന്നെ അത് കൈകാര്യം ചെയ്താൽ മതി. സാമുവൽ സാറിന്റെ ശബ്ദം കേട്ട് അന്ന ഞെട്ടിത്തിരിഞ്ഞു.
ചിന്തയിൽ മുഴുകിയതുകൊണ്ട് സാർ അടുത്തു വന്ന് നിന്നതുപോലും അവൾ അറിഞ്ഞില്ല. സർ, പക്ഷെ സോണി ചേട്ടനല്ലേ ക്രൈം വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്? അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലേ അന്ന ഓവർ സ്മാർട്ട് ആകുന്നു എന്ന അഭിപ്രായമാണ് സോണി ചേട്ടന്. ന്യൂസ് ബ്യൂറോയിലെ ഏറ്റവും മുതിർന്ന റിപ്പോർട്ടറാണ്. ഇന്നലെ വന്ന ഒരു ജൂനിയർ റിപ്പോർട്ടർ, അതും ഒരു പെണ്ണ്, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കൊലപാതക കേസ് കൈകാര്യം ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ അയാൾക്ക് സഹിക്കില്ല. അന്നയ്ക്ക് മറ്റു ജോലികളൊന്നും തരുന്നില്ല. എത്രയും വേഗം അവിടേക്ക് പോണം. മറ്റു പത്രങ്ങൾക്കൊന്നുമില്ലാത്ത എക്സ്ക്ലൂസീവുമായിട്ടേ തിരിച്ചിങ്ങോട്ട് വരാവൂ. അന്നയുടെ ചോദ്യം കേട്ടതായി പോലും ഭാവിക്കാതെ സാമുവൽ സാർ തിരിച്ച് കസേരയിൽ ചെന്നിരുന്നു. ഷോ, എന്തൊരു കഷ്ടമാ! അന്നയിൽ നിന്ന് ഒരു ദീർഘനിശ്വാസം ഉയർന്നു. ആലമ്പേക്കൽ വലിയ തറവാട്ടുകാരാണ്. കോഴിക്കോട് ടൗണിൽ വസ്ത്രക്കട, തിയേറ്റർ, ജ്വല്ലറി, അങ്ങനെ വളരെ സമ്പന്നമായ കുടുംബം. അവരുടെ ബന്ധുക്കൾ അതിലും വലിയ പണക്കാർ. ഇന്നലെ അവർ പത്രത്തിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിരുന്നു അത്രേ. കൊലപാതകിക്ക് ശിക്ഷ കിട്ടിക്കോട്ടെ, പക്ഷേ കുടുംബപ്പേര് ഇതിലേക്ക് വലിച്ചിഴച്ച് മോശമാക്കരുത്. അതാണ് അവരുടെ ആവശ്യം. അങ്ങനെയും ഒരു അനാവശ്യ സമ്മർദ്ദം. പക്ഷേ അന്നയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതൊന്നുമല്ല. ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ മുതലുള്ള അസ്വസ്ഥതയാണ്. മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നതിലും വലിയ എന്തോ ഒരു ദുരൂഹത. അപകടം ആ വീടിനെ ചൂഴ്ന്നു നിൽക്കും പോലെ, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവെന്ന് മനസ്സ് അലറി വിളിക്കും പോലെ. അന്നയും ഫോട്ടോഗ്രാഫറുമുള്ള കാർ ആലമ്പേക്കൽ വീടിന് മുന്നിൽ ചെന്ന് നിന്നു. വീട്ടമ്മയുമായി പോലീസ് തെളിവെടുപ്പിലാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തണം. പോലീസുകാരന്റെ മുന്നിലേക്ക് ഐഡന്റിറ്റി കാർഡ് നീട്ടി അന്ന വീട്ടിലേക്ക് കയറിയതും കാരണമെന്തെന്നറിയാത്ത ഒരു പേടി അന്നയെ കാർന്നു തിന്നു തുടങ്ങി. പോലീസ് അതിർത്തി കെട്ടി തിരിച്ചിട്ടുണ്ട് എല്ലായിടത്തും. ആദ്യം തന്നെ അന്നയുടെ കണ്ണിൽപ്പെട്ടത് SI സന്ദീപ് തെക്കേടത്താണ്. ഒരു അന്വേഷണ പരമ്പരയ്ക്ക് വേണ്ടി സന്ദീപിനെ സമീപിച്ച് പരിചയമുണ്ട് അന്നയ്ക്ക്. അന്നു മുതൽ നല്ല സുഹൃത്തുക്കൾ. ചെറുപ്പക്കാരനായ ഓഫീസർ, പരമാവധി പേരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അതാണ് സന്ദീപ്. അന്ന വേഗം സന്ദീപിന്റെ അടുത്തേക്ക് ചെന്നു. ഇതെന്താ SI ഇവിടെ ഒറ്റയ്ക്ക്? അന്ന ചോദ്യമെറിഞ്ഞു. ഓ, ഇവിടെ ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ. സുപ്പീരിയർ സ്ഥലത്തുണ്ട്. ആ സ്ത്രീ കുറ്റം മറച്ചു വയ്ക്കാനൊന്നും ഒരു ശ്രമവും നടത്തുന്നില്ല. മർഡർ വെപ്പൺ കണ്ടുപിടിച്ച പിന്നെ പണി കഴിഞ്ഞു. സന്ദീപ് നല്ല ആത്മവിശ്വാസത്തിലാണ്. അന്ന, നീ എപ്പോ വന്നു? കുറച്ചകലെ നിന്ന് മലയാള ഭൂമിയിലെ ആതിര കൈവീശുന്നു. സന്ദീപൻ, ഞാൻ പോട്ടെ, ഫോണിൽ വിളിക്കാം. അന്ന തിരിഞ്ഞു നടന്നു. ആതിര, ഞാൻ ഇപ്പൊ ഇങ്ങ് വന്നതേയുള്ളൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അന്ന ആതിരയെ അവസാനം കണ്ടത് 2 ആഴ്ച മുൻപ് ഒരു പത്രസമ്മേളനത്തിലായിരുന്നു. പിന്നെ ആതിര ലീവിലാണ് എന്നാണ് കേട്ടത്. ഒരു വിശേഷവുമില്ല. ലീവ് കഴിഞ്ഞ ഉടൻ ഇങ്ങോട്ട്. എനിക്കാണെങ്കിൽ ഇത്തരം കേസുകൾ സഹിക്കാനേ വയ്യ. അമ്മയ്ക്ക് സ്വന്തം കുട്ടികളൊക്കെ എങ്ങനെ കൊല്ലാൻ പറ്റുന്നതാവോ? അന്നയ്ക്ക് മറുപടി പറയാൻ പറ്റിയില്ല. അതിനു മുൻപേ പ്രതിയായ വീട്ടമ്മയുമായി പോലീസ് വീടിന് പുറത്തേക്ക് പോകുന്നതിന്റെ ബഹളമായി. വീട്ടുപരിസരത്ത് അപ്പോഴേക്കും വലിയ ആൾക്കൂട്ടമായിരുന്നു. അവളെ ഇങ്ങിറക്കിവിട്, കൊല്ലവളെ എന്നൊക്കെ ആക്രോശിക്കുന്നുണ്ട് ജനക്കൂട്ടം. കുറേ സ്ത്രീകൾ ഉച്ചത്തിൽ ശപിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ത്രീയുടെ മുഖഭാവമാണ് അന്നയ്ക്ക് അത്ഭുതകരമായി തോന്നിയത്. ഇതൊന്നും എന്നെ ബാധിക്കുന്നതേയല്ല എന്ന മട്ടിലാണവർ. 40 വയസ്സ് പ്രായം, നല്ല സുന്ദരി. ഉടുത്തിരിക്കുന്ന സാരി കൊണ്ട് മുഖം മറയ്ക്കാൻ പോലും ശ്രമിക്കുന്നില്ല. തലയുയർത്തിപ്പിടിച്ച് ആരെയും കൂസാതെ ഒരു നടപ്പാണ്. പക്ഷേ അവരുടെ കണ്ണുകൾ എവിടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്ന് അന്ന കണ്ടു. എല്ലാവരെയും കാണുന്നു, എന്നാൽ ആരെയും കാണുന്നില്ല എന്നതുപോലെ, ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ. അന്നയുടെ കൈത്തടം വിയർത്തു. ആയുധം എവിടെ കളഞ്ഞു എന്നുള്ളതിന് ആ പെണ്ണുമ്പിള്ള ഓരോ നേരം ഓരോ മറുപടിയാ പറയുന്നേ. കിണറ്റിലെറിഞ്ഞു എന്ന് ദായിപ്പ പറയുന്നു. ആരോ പറയുന്നത് അന്ന കേട്ടു. പോലീസുകാർ കിണറ്റിൽ ആളെ ഇറക്കി കത്തി കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. കാത്തുനിന്ന് അന്നയ്ക്ക് മുഷിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. കത്തി കണ്ടെത്തും. എല്ലാവർക്കും കിട്ടുന്ന വാർത്ത തനിക്കും കിട്ടും. 40കാരിയായ വീട്ടമ്മ സാറ എന്ന സാറക്കുട്ടി, ആലമ്പേക്കൽ കുടുംബത്തിലെ ജോസിന്റെ ഭാര്യ, ബിരുദാനന്തര ബിരുദധാരി, 3 മക്കളുടെ അമ്മ, 13കാരി ആൻ, 11കാരൻ ആബേൽ, 6 വയസ്സുകാരി തെരേസ. 3 മക്കളെയും 2 ദിവസം മുൻപ് രാത്രിയിൽ കുത്തിക്കൊന്നു അമ്മ. അയൽ വീട്ടുകാർ അസ്വാഭാവികമായി ഒരു ശബ്ദവും കേട്ടില്ലെന്ന് പറയുന്നു. മൂത്തയാളിന്റെ ജഡം ലിവിംഗ് റൂമിലും മറ്റു 2 പേരുടേതും അവരുടെ കിടപ്പുമുറിയിലുമാണ് കണ്ടത്. അതിനു പുറമെയാണ് 15 വർഷങ്ങൾക്ക് മുൻപ് കുളത്തിൽ മുങ്ങി മരിച്ച മക്കൾ. അന്ന് 3 വയസ്സുള്ള മരിയയുടെയും 1.5 വയസ്സുള്ള ജൊവാനയുടെയും മരണം കൊലപാതകമാണെന്ന് കൂടി സാറക്കുട്ടി സമ്മതിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ 5 മക്കളെ കൊന്ന അമ്മ.
അന്ന പോലീസുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഇടയിലൂടെ തിക്കിത്തിരക്കി പുറത്തേക്കിറങ്ങി. മുറ്റത്തെ ആൾക്കൂട്ടത്തെ ഒരു വിധത്തിൽ വകഞ്ഞു മാറ്റി പുറത്തു കടക്കാൻ ശ്രമിച്ചു. എല്ലാവർക്കും കിട്ടുന്ന വാർത്തയുമായി ചെന്നാൽ സാമുവൽ സാർ തല കടിച്ചെടുക്കും. എന്തു ചെയ്യണമെന്ന് തലപുകഞ്ഞ് ആലോചിച്ചു അന്ന. സാറക്കുട്ടിയുടെ അയൽക്കാരെ കാണണം. സാറക്കുട്ടിയെക്കുറിച്ച് അറിയണം. എന്തെങ്കിലും വീണ് കിട്ടിയാലോ? അന്ന കുറച്ചടുത്തുള്ള അയൽവീട്ടിലേക്ക് നടന്നു. വീട്ടിലെങ്ങും ആരുമുള്ള ലക്ഷണമില്ല. തെളിവെടുപ്പ് കാണാൻ പോയതായിരിക്കും. അന്ന നിരാശയോടെ തിരിഞ്ഞു നടക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടുമതിലിലൂടെ എത്തിനോക്കുന്ന ഒരു തല കണ്ടത്. 60 വയസ്സെങ്കിലും തോന്നിക്കുന്ന അമ്മച്ചി. അന്ന നോക്കുന്നുവെന്ന് കണ്ടതും ആൾ വേഗം തിരിഞ്ഞു നടന്നു. അമ്മച്ചി, ഒന്ന് നിന്നേ, കുറച്ച് വെള്ളം തരാമോ? അന്ന ഒരടവ് പരീക്ഷിച്ചു നോക്കി. അമ്മച്ചി അന്നയെ കുറച്ചു നേരം നോക്കി. പിന്നെ കുഴപ്പക്കാരിയല്ലെന്ന് കണ്ടിട്ടാവണം വരാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അന്ന വേഗം ആ വീട്ടിലേക്ക് നടന്നു. അന്ന സിറ്റ് ഔട്ടിൽ ഇരുന്നപ്പോഴേക്കും അമ്മച്ചി വേഗം വെള്ളവുമായി എത്തി. എത്രയും വേഗം അന്നയെ ഓടിച്ചു വിടാനാണ് നീക്കം. അന്ന ഉള്ളിൽ ചിരിച്ചു. അമ്മച്ചി, ഞാനിവിടെ ആലംബേക്കലി വന്നതാ. കേരള വാർത്തയെന്നാ? അന്ന പരിചയപ്പെടുത്തി. കേരള വാർത്ത എന്ന് കേട്ടപ്പോൾ അമ്മച്ചിയുടെ മുഖത്തൊരു മാറ്റം. ആൾ ആവേശത്തോടെ കേരള വാർത്തയിൽ ജോലി ചെയ്യുന്ന അനിയത്തിയുടെ മകന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. ജാൻസി എന്നാണത്രേ പേര്. കൊച്ചിയിലാണ്. ഞാനും കൊച്ചിയിലുണ്ടായിരുന്നു. ചേച്ചിയെ ചെറുതായിട്ട് പരിചയമുണ്ട്. നുണ പറയാൻ ഒട്ടും മടിച്ചു നിന്നില്ല അന്ന. വിശേഷം പറച്ചിൽ അതിൽ പിടിച്ചായി. എന്തിനു പറയുന്നു, പിന്നെ വാതോരാതെ സംസാരമായി അമ്മച്ചി. ഇനി ഏതായാലും കാര്യത്തിലേക്ക് കടക്കാൻ സമയമായി അന്ന മനസ്സിലോർത്തു. അല്ലമ്മച്ചി, എന്നാലും എന്ത് കഷ്ടാണല്ലേ. അമ്മ മക്കളെയൊക്കെ കൊല്ലുന്നു എന്ന് പറഞ്ഞ. അന്ന ഇരയിട്ട് നോക്കി. ഒട്ടും കാത്തു നിൽക്കേണ്ടി വന്നില്ല. അമ്മച്ചി ചാടിക്കൊത്തി. എന്റെ മോളെ, ശരിക്കും കഷ്ടം തന്നെ. എന്തു നല്ല തറവാട്ടുകാരാ. കാശിന് കാശ്, അധികാരത്തിന് അധികാരം. പിടിപാടാന്നേലോ ഇഷ്ടം പോലെ. ആ ജോസു അമ്മച്ചിയാന്നേലോ എന്നാ ഭക്തിയാന്ന. എല്ലാ ദിവസവും പള്ളിപ്പോ. പെരുന്നാള് മുഴുവൻ നടത്തുന്നത് അവരല്ലേ. ആ അമ്മച്ചിയെ ഒരു കൊന്തയായിട്ട് എപ്പോഴും കാണൂ. അല്ല, സാറക്കുട്ടിയോ? അവർക്ക് ഭക്തിയൊന്നുമില്ലേ? ആ പെണ്ണിന്റെ തല തിരിഞ്ഞു പോയതാ മോളെ. കല്യാണം കഴിച്ചു വന്ന കാലത്ത് നല്ല സ്വഭാവമായിരുന്നു. ചെറിയ പ്രായത്തിൽ പിള്ളേര് മരിച്ചില്ലേ, പിന്നെ ആളങ്ങ് മാറി. പള്ളിയും വേണ്ട, വട്ടക്കാരും വേണ്ട. അമ്മച്ചി പെട്ടെന്ന് ശബ്ദം താഴ്ത്തി. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഉള്ളിൽ നിറഞ്ഞു വന്ന ആവേശം മറച്ചു വെച്ച് അന്ന മൂളി. ആ സാറയില്ലേ, അവളെന്നെയും കൊന്നേനെ. ഞെട്ടിപ്പോയി അന്ന. ഇതാ വരുന്നു ഒരു എക്സ്ക്ലൂസീവ്. എന്നിട്ട്? അന്ന സൂക്ഷിച്ചു ചോദിച്ചു. വലിയ ആവേശം കാണിച്ചാൽ അമ്മച്ചയ്ക്ക് അപകടം പിടികിട്ടിയെങ്കിലോ? 2 കൊല്ലം മുമ്പാ ഇവിടെ ഞാനും ഇച്ചായനും ഇളയ മകനും കുടുംബവുമാ. സാറക്കുട്ടി ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു കയറാത്തതാ. ആ ക്രിസ്മസ് ദിവസം അവള് വീട്ടിൽ വന്നു, വലിയ പാത്രത്തിൽ ഇറച്ചിക്കറിയൊക്കെ ആയിട്ട്. ആലംബേക്കലുകാരോട് എന്നാ പറഞ്ഞാലും നമുക്കൊരു സ്നേഹമുണ്ടല്ലോ. ഞാനതങ്ങ് മേടിച്ചു വെച്ചു. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ടല്ലോ, പൂച്ച അതെല്ലാം തട്ടിമറിച്ചിട്ടേക്കുന്നു. ആ നാശം പിടിച്ച പൂച്ചയെ തല്ലാൻ ഞാൻ അന്വേഷിക്കുമ്പോൾ അതാ അത് മുറ്റത്ത് ചത്തു കിടക്കുന്നു. ഞാൻ വേഗം ജോസിനെ വിളിച്ചു. അവൻ ഓടി വന്നു കേട്ടോ. എന്തോ ഭക്ഷണം പഴകിയെന്നോ മറ്റോ പറഞ്ഞു. എനിക്കങ്ങ് വിശ്വാസമായില്ല. പിന്നെ ജോസ് ഈ വീടിന്റെ പണി പൂർത്തിയാക്കാനൊക്കെ നന്നായി സഹായിച്ചു. അന്നയുടെ മനസ്സ് ചാടിത്തുള്ളുകയായിരുന്നു. ഇതാ കിട്ടി എനിക്ക് മാത്രമുള്ള വാർത്ത. സന്ദീപിനോട് പറയണോ? അന്ന ഒന്ന് മടിച്ചു നിന്നു. പിന്നെ സന്ദീപിനൊരു സൂചന കൊടുത്തേക്കാമെന്ന് കരുതി വിളിച്ചു. ഹലോ പറയാൻ പോലും സമ്മതിച്ചില്ല. അതിനു മുൻപേ സന്ദീപ് ചാടിക്കയറി. അന്നേ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് താനിതെവിടാ? എന്താ സന്ദീപേ, കത്തി കിട്ടിയില്ലേ? കത്തിയൊക്കെ കിട്ടി, കൂടെ വേറെ ചിലതും കൂടി. എന്താ കാര്യമെന്ന് അന്നയ്ക്ക് ഒരെത്തും പിടുത്തവും കിട്ടിയില്ല. മനസ്സിൽ പെട്ടെന്നൊരു അപായ സൂചന മാത്രം മിന്നി. അന്നേ! സന്ദീപിന്റെ ശബ്ദം അങ്ങേ തലയ്ക്കിൽ നിന്ന് കേട്ടു തുടങ്ങി. എടോ, ഈ സാറക്കുട്ടി എന്ന് പറയുന്ന ആള് നമ്മൾ കരുതുന്നതിനേക്കാളും അപ്പുറവാ. പറമ്പിൽ പലയിടത്തായിട്ട് കുഴിച്ചിട്ട നിലയിൽ കിട്ടി 6 ശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ. ജോലിയെല്ലാം തീർത്ത് അന്ന വീട്ടിൽ വന്ന് കയറിയപ്പോൾ സമയം രാത്രി 11:30. പതിവ് പോലെ അമ്മ മേശപ്പുറത്ത് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മയും അച്ഛനും അനിയനുമെല്ലാം നല്ല ഉറക്കത്തിലാണ്.
ഭക്ഷണം കഴിച്ചു വന്നപ്പോഴാണ് അന്ന ഒന്ന് നേരെ നിൽക്കാം എന്ന നിലയിലായത്. ഉച്ചഭക്ഷണം ഒരു ചായയിലും പലഹാരത്തിലും ഒതുക്കേണ്ടി വന്നിരുന്നു. വൈകിട്ട് കാട്ടാന്തറയിലെ ആലമ്പേക്കൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് തിരിച്ചെത്തിയപ്പോഴാകട്ടെ ഒരു ചായ പോലും കുടിക്കാൻ സമയം കിട്ടിയില്ല. ന്യൂസ് എഡിറ്റർ അരവിന്ദൻ സർ തലങ്ങും വിലങ്ങും ഓടി നടന്ന് നിർദ്ദേശത്തിനു പുറമേ നിർദ്ദേശം തന്നുകൊണ്ടേയിരുന്നു. രാത്രി വൈകിയാണ് കസേരയിൽ നിന്ന് ഒന്ന് എണീക്കാൻ പോലും പറ്റിയത്. കുളി കഴിഞ്ഞ് അന്ന കണ്ണാടിയിലേക്കൊന്ന് നോക്കി. നോക്കേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ തോന്നി. എപ്പോഴും അമ്മ സ്നേഹത്തോടെ വിളിക്കാറുണ്ട് സുന്ദരിക്കുട്ടി എന്ന്. ഈ മുഖം നോക്കി ഇനി വിളിക്കുമെന്ന് തോന്നുന്നില്ല. കണ്ണൊക്കെ കുഴിയിലാണ്ട്, ചുണ്ടാകെ വിളറി വെളുത്ത്. ആകെ ഒരു വല്ലായ്മ തോന്നി അന്നയ്ക്ക്. ഇന്ന് മുഴുവൻ ഓടി നടപ്പായിരുന്നതുകൊണ്ട് ഒന്നും ആലോചിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് സംഭവത്തിന്റെ ഭീകരത മനസ്സിനെ കിടിലം കൊള്ളിക്കുന്നത്. തലവേദന ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആലമ്പേക്കൽ വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴും ഇതേ സ്ഥിതിയിലായിരുന്നു. ഓരോ മിനിറ്റും വേദന കൂടിക്കൂടി വരികയാണ്. അന്ന കട്ടിലിൽ ചാരിക്കിടന്നു. ഇന്നത്തെ ദിവസം, അപ്രതീക്ഷിതമായതെല്ലാം സംഭവിച്ച ദിവസം. 6 കുഴികളിലായി ശരീരാവശിഷ്ടങ്ങൾ എന്ന് കേട്ടയുടനെ അന്ന ആലമ്പലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. ജനക്കൂട്ടത്തിലൂടെ തിക്കി തിരക്കി ഒരുവിധം സ്ഥലത്തെത്തി. കിണറിൽ നിന്ന് കത്തി കണ്ടെത്തുന്നതിനിടെ പോലീസ് നായ പരിസരത്തെല്ലാം മണം പിടിച്ചു നടന്നു. വലിയ ബഹളം വെച്ചു. പറമ്പിൽ ചിലയിടത്തെല്ലാം നായ മണ്ണിളക്കി നോക്കുന്നതുകൂടി കണ്ടതോടെ ഉദ്യോഗസ്ഥരിലാർക്കോ സംശയമായി. കുറെ ആഴത്തിൽ കുഴിച്ചപ്പോഴാണ് ആദ്യത്തെ ശവക്കുഴി തെളിഞ്ഞത്. പിന്നെ മറ്റ്5 കുഴികൾ കൂടി കണ്ടെത്തി. ശരീരാവശിഷ്ടങ്ങൾ കണ്ടിട്ട് ഒരു 8-10 വർഷമെങ്കിലും പഴക്കം കാണുമെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. വിശദമായ പരിശോധന നടത്തിയാലേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കൂ. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ സമീപ പ്രദേശങ്ങളിൽ നിന്ന് കാണാതായ ആളുകളുടെ വിവരം ശേഖരിക്കുന്നുണ്ട് പോലീസ്. സാറക്കുട്ടി ഒരു സീരിയൽ കില്ലറാകാം എന്നായതോടെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു സർക്കാർ. ശവക്കുഴികൾ കണ്ടെടുത്തതോടെ സാറക്കുട്ടിക്ക് ആകെ ഒരു മാറ്റം. അതുവരെ പോലീസിനോട് സഹകരിച്ചു കൊണ്ടിരുന്ന അവർ പിന്നെ ഒരക്ഷരം മിണ്ടാതെയായി. ഇടയ്ക്ക് കണ്ണുകളെല്ലാം മേൽപോട്ടാക്കി നുരയും പതയും വീഴ്ത്തി മൂർച്ഛിച്ചു വീഴുകയും ചെയ്തു. ഏതായാലും സാറക്കുട്ടി റിമാൻഡിലാണ്. ഇനി കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. 15 വർഷങ്ങൾക്ക് മുൻപ് മരിച്ച കുഞ്ഞുങ്ങളുടെ ശരീരാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കണം. ഇതിനു പുറമെ 6 ജഡങ്ങൾ കൂടി. കേസിന്റെ പുരോഗതി അറിഞ്ഞതോടെ ഓഫീസിൽ നിന്ന് അമലും പ്രാദേശിക ലേഖകനും കൂടി സ്ഥലത്തെത്തിയിരുന്നു. പിന്നെ 3 പേരും കൂടി ഒരു ഓട്ടപ്രദക്ഷിണമായിരുന്നു. സാറക്കുട്ടിയുടെ സ്വന്തം കുടുംബം, ചെറുപ്പകാലത്തെ ജീവിതം, കൂട്ടുകാർക്ക് പറയാനുള്ളത്, സാറക്കുട്ടിയുടേതിന് സമാനമായ മറ്റു കേസുകൾ, അങ്ങനെ സമഗ്രമായൊരു കവറേജ് തന്നെ നാളത്തെ കേരള വാർത്തയിലുണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടെ അന്ന കണ്ണടച്ചു. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് അന്ന ഞെട്ടിയുണർന്നത്. ക്ലോക്കിലേക്ക് നോക്കി. സമയം 1 മണി. വെറുതെ ചിന്തിച്ചു കിടന്ന് ഉറങ്ങിപ്പോയതാണ്. അന്ന ഫോണെടുത്തു. അങ്ങേ തലയ്ക്കൽ അമലാണ്. ഉറങ്ങും മുൻപ് ഒരു ഫോൺ വിളി 2 പേർക്കും പതിവുള്ളതാണ്. അതെല്ലാം കഴിഞ്ഞ് ഒരു 2 മണിയാകുമ്പോഴാണ് സാധാരണ അന്ന ഉറങ്ങാൻ പോകുന്നത്. എന്താടാ, ഉറങ്ങിപ്പോയോ? അന്നയുടെ ഉറക്കം തൂങ്ങി ഹലോ കേട്ടപ്പോഴേക്കും അമലിന് കാര്യം പിടികിട്ടി. ഇന്ന് നല്ല ക്ഷീണം ഉണ്ടാവും, നീ ഉറങ്ങിക്കോ, നാളെ കാണാം. ഫോൺ വെക്കാനൊരുങ്ങിയ അമലിനെ അന്ന വേഗം തടഞ്ഞു. കുഴപ്പമില്ല. അല്ലെങ്കിലും നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്നെ ഒന്ന് തനിച്ച് കിട്ടാത്തത് കൊണ്ട് പറയാതിരുന്നതാ. എന്തുപറ്റി? എനിക്ക് ഈ കേസ് ചെയ്യാൻ വയ്യടാ. ഭയങ്കര അസ്വസ്ഥത. ഇനി ആ വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യം ഓർക്കാനും കൂടെ വയ്യ. അന്നേ. അമലിന്റെ വിളിയുടെ രീതി കേട്ടപ്പോഴേ അന്നയ്ക്ക് കാര്യം പിടികിട്ടി. വരാൻ പോകുന്നത് നെടുനീളൻ ഉപദേശമാണ്. ഊഹം തെറ്റിയില്ല. ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കിയ കേസ് കൈകാര്യം ചെയ്താലുള്ള നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു തുടക്കം. നീ ഈ ഫീൽഡിലേക്ക് വന്നത് പിന്നെ എന്ത് പ്രതീക്ഷിച്ചാണെന്നുള്ള ചീത്തവിളിയിൽ അവസാനം. ഇനി അമലിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അന്നയ്ക്ക് മനസ്സിലായി. അല്ലെങ്കിലും ഈ സംഭവം തന്നിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അന്ന മിണ്ടാതിരുന്നതോടെ അമലിന്റെ ശബ്ദം അല്പം മൃദുലമായി. അന്നേ, ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മളെ വല്ലാതെ ബാധിക്കും. ശരിയാ, പക്ഷേ ഇതല്ലേ നമ്മുടെ ജോലി. അത് ചെയ്യാൻ നീ റെഡിയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അന്നയ്ക്ക് അമൽ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. തന്റെ പെരുമാറ്റം ഒട്ടും പ്രൊഫഷണൽ അല്ല എന്ന് ബോധ്യമാകുന്നുണ്ട്. പക്ഷേ അസ്വസ്ഥമായ മനസ്സിനെ എന്തു പറഞ്ഞടക്കാനാണ്? എങ്ങനെയും റെഡിയാക്കിയേ പറ്റൂ. ഈ കേസ് ഒരുപക്ഷെ തന്റെ കരിയറിലെ തന്നെ ഒരു വഴിത്തിരിവാകും. അതിനുവേണ്ടി എന്തും നേരിട്ടേ പറ്റൂ. ഉറങ്ങാൻ കിടന്നപ്പോഴേക്കും അന്ന മനസ്സിനെ ഒരുവിധം ഒരുക്കിയിരുന്നു. നാളെ മുതൽ വൈകാരികമായി ഈ കേസിനെ കാണുന്ന പ്രശ്നമില്ല. നല്ല ന്യൂസ് സ്റ്റോറി കണ്ടെത്തുക, റിപ്പോർട്ട് ചെയ്യുക,
അത്രമാത്രം. വീണ്ടും ഇരുട്ട് നിറഞ്ഞ ആ ടണലിൽ തന്നെ അന്ന കാതോർത്തു. എന്തെങ്കിലും ശബ്ദമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. പരിപൂർണ നിശബ്ദത മാത്രം. അന്ന മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു. ഓരോ കാൽവെപ്പും വളരെ ആയാസപ്പെട്ടാണ്. എത്ര നടന്നാലും ഇവിടെ നിന്ന് രക്ഷയില്ലെന്ന തോന്നൽ മനസ്സിനെ ദുർബലമാക്കാൻ തുടങ്ങിയിരിക്കുന്നു. തോൽവി സമ്മതിച്ച് ഈ ഇരുട്ടിൽ ചുരുണ്ടുകൂടി കിടക്കാൻ തോന്നുന്നു. ഇല്ല, പറ്റില്ല, മുന്നോട്ട് നീങ്ങണം. മനസ്സിലിരുന്ന് ഒരു കുഞ്ഞു ശബ്ദം പറഞ്ഞു. വീണ്ടും നടന്നു തുടങ്ങി അന്ന. ദൂരെ എന്തോ ഒരു ചലനം. ഇരുട്ടിന് അല്പം കട്ടി കുറഞ്ഞതുപോലെ. അന്ന സൂക്ഷിച്ചു നോക്കി. ഒരു രൂപം. അതിന് ചുറ്റും മങ്ങിയ പ്രകാശം. അതനങ്ങാതെ നിൽക്കുകയാണ്, അന്നയുടെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നത് പോലെ. നെഞ്ചിലൊരു ഇടിവാൾ മിന്നി. ശബ്ദമുയർത്താനാകുന്നില്ല. പേടി നാവിനെ ചങ്ങലക്കിട്ടിരിക്കുന്നു. ആ രൂപം മുന്നോട്ട് ചലിച്ചു. അന്നയിൽ നിന്നും അല്പം അകലെ വന്ന് നിന്നു. വിളറിയ വെളിച്ചത്തിൽ അതിൻ്റെ ചുണ്ടുകൾ അനങ്ങുന്നത് അന്ന കണ്ടു. അല്ലി! അലറി വിളിച്ച് അന്ന എണീറ്റിരുന്നു. AC-യുടെ തണുപ്പിലും ദേഹമാകെ വിയർത്തൊലിക്കുന്നു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ശരീരത്തെ ചുറ്റിപ്പിടിച്ച് അന്ന സ്വയം ശാന്തമാകാൻ ശ്രമിച്ചു. ആ ശബ്ദം, അത് തിരിച്ചറിയാൻ അന്നയ്ക്ക് ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അല്ലി എന്ന് അന്നയെ ഈ ലോകത്ത് ഒറ്റൊരാളെ വിളിക്കൂ. അവസാനമായി ആ വിളി കേട്ടിട്ട് 10 വർഷങ്ങൾ. ജെന്നി ഇല്ലാതിരുന്ന 10 കഠിന വർഷങ്ങൾ. ഭക്ഷണം കഴിക്കാൻ അന്ന എത്തിയപ്പോഴേക്കും അച്ഛനും അനിയനുമെല്ലാം കഴിച്ചെഴുന്നേറ്റിരുന്നു. അന്ന വരുന്നതും കാത്ത് അമ്മ മാത്രം ഇരിപ്പുണ്ട്. നീ ഇന്ന് താമസിച്ചല്ലോ, ഓഫീസിൽ ചെല്ലാൻ വൈകില്ലേ? ഉറങ്ങിപ്പോയമ്മേ. അമ്മേ, ഞാൻ ഇന്നലെ ജെന്നിയെ സ്വപ്നം കണ്ടു. ചേച്ചി എന്നെ അല്ലീന്ന് വിളിച്ചു. അമ്മയിൽ വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. മറുപടിയൊന്നും പറഞ്ഞതുമില്ല. 10 വർഷം മുൻപ് മൂത്ത മകൾ തന്നെ വിട്ടുപിരിഞ്ഞുവെന്ന സത്യം അവർ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മകൾ ബാക്കി വെച്ചുപോയ വിടവ് ആ അമ്മ ഹൃദയത്തിലുണ്ട്, എന്നും ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അതിപ്പോൾ രക്തം നിയന്ത്രണമില്ലാതെ പ്രവഹിക്കുന്ന ഒരു മുറിവല്ല, ഇടയ്ക്കിടെ കുത്തിനോവിക്കുന്ന വ്രണം, വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു വ്രണം. ഓഫീസിലേക്ക് കാറോടിച്ചു പോകുന്നതിനിടെ മനസ്സിനെ ശാന്തമാക്കാൻ അന്ന ഒന്നുകൂടി വൃദ്ധാശ്രമിച്ചു. ആ സ്വപ്നം കണ്ടപ്പോൾ തുടങ്ങിയ വിറയൽ ഇപ്പോഴും ശരീരത്തിൽ നിന്ന് മാറിയിട്ടില്ല. ജെന്നിയെ ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും സ്വപ്നം കണ്ടിട്ടില്ല. സ്വപ്നത്തിലെങ്കിലും ചേച്ചിയെ കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന് പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടപ്പോ അടുപ്പമല്ല, ആ രൂപത്തോട് വലിയ ഭയമാണ് തോന്നിയത്. അല്ലി എന്നുള്ള വിളിയിൽ വിഷം പുരണ്ടതുപോലെയാണ് തോന്നിയത്. പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നു. നോക്കിയപ്പോൾ സന്ദീപാണ്. അന്ന കോൾ സ്പീക്കർ മോഡിലിട്ടു. അന്നേ, കേസിലൊരു വഴിത്തിരിവുണ്ട്. സന്ദീപിന്റെ ഉത്സാഹഭരിതമായ ശബ്ദം അപ്പുറത്ത് നിന്ന് കേട്ടു. എന്താ സന്ദീപേ? ഇന്ന് രാവിലെ ഒരാൾ എന്നെ കാണാൻ വന്നു. സാറക്കുട്ടിയുടെ ജോലിക്കാരി, ഒരു വത്സല. അവർ വർഷങ്ങളായി സാറക്കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്നിട്ട് സാറക്കുട്ടിയെ എല്ലാവരും കൂടി കുടുക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് അവരുടെ 3ഉം 1.5 വയസ്സുള്ള കുട്ടികൾ മുങ്ങി മരിച്ചില്ലേ, ആ കേസിൽ. ആ കുട്ടികളുടെ മരണത്തിൽ സാറക്കുട്ടിക്ക് ഒരു പങ്കുമില്ലെന്നാണ് ഈ വത്സല ഉറപ്പിച്ചു പറയുന്നത്. കുട്ടികൾ മരിക്കുന്ന ദിവസം മുഴുവൻ സാറക്കുട്ടി വയ്യാതെ തളർന്നു കിടപ്പായിരുന്നത്രേ. മുഴുവൻ സമയവും അവരെ നോക്കിക്കൊണ്ട് ഈ പറയുന്ന വത്സല കൂടെ ഉണ്ടായിരുന്നെന്ന്